என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு பாயிண்ட் ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. നമുക്ക് ഈയിടെയായിട്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള മറ്റേ ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, പ്രൊഡിക്ഷൻ ഗെയിംസിന്റെ ഒക്കെ കുറെ പേര് കൺസേൺ ആണ് അവർ പറയുന്നത്. ഞാൻ അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. നമുക്ക് ഒരുപാട് കൺസേൺസും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ ആപ്സോ അതുപോലത്തെ ഇങ്ങനത്തെ കളികളൊന്നും പ്രൊമോട്ട് ചെയ്ത് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നല്ല കാര്യം, ഞാൻ പരമാവധി അങ്ങനത്തെ നല്ല കണ്ടന്റ് ആയിട്ട് ദോഷവശങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന അത് ഞാൻ പിൻ ചെയ്ത് വെക്കാറുണ്ട്. മോസ്റ്റ് നല്ല എല്ലാ വീഡിയോസിലും ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ പോരാത്തിന് വെച്ചാൽ ഒരുപാട് നമുക്ക് കമന്റ്സ് അതിനെ കുറിച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് വരുമ്പോൾ മാത്രമാണ് ഞാൻ എന്താ പറയാ ഇങ്ങനത്തെ സാധനത്തിന് സ്പെസിഫിക് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഈ 1 മിനിറ്റ് ഒക്കെ നമ്മളൊരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് അവസാനം ബാനായി പോവുക അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ അതില് കുറെ പേര് എന്താ പറയാ നമ്മളെ രണ്ടാം വീഡിയോയില് ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിന്റെ പുറമെ ഒരു വീഡിയോ കൂടി ചെയ്യേണ്ട അവസ്ഥ വന്നത്, മുന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, ഞാനും എന്റെ ചാനലിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. എനിക്കറിയാം, അതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ഇത് നല്ലതല്ല. നമ്മൾ പൈസ കളയാൻ തന്നെയാണ് പോകുന്നത്. അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ എന്താ പറയാ ഗ്രീഡ്, അത്യാർത്ഥി. നമ്മൾ എന്തിനാ ഈ ബെറ്റിംഗ് കളിക്കുന്നത്? പെട്ടെന്ന് പൈസക്കാരനായിട്ട് പെട്ടെന്ന് റിച്ച് ആവാൻ, നമ്മൾ പെട്ടെന്ന് കുറെ കാര്യങ്ങൾ നടക്കാൻ. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് പൈസ നഷ്ടപ്പെടും. അതാണ് ഒരു ഫാക്ട് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നഷ്ടപ്പെടാനാണ് ഇങ്ങനത്തെ ഗാംബ്ലിംഗ് ആയാലും ഇതിലൊക്കെ കിട്ടുള്ളൂ. അതായത് നമ്മളിപ്പോ ലോട്ടറീസ് എടുക്കുന്നതായാലും, അതായത് നമ്മളൊരു ഭാഗ്യപരീക്ഷണം എപ്പോഴും നടത്തുമ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ബാക്കി വലിയൊരു സൈഡ് വന്നിട്ട് നഷ്ടം അല്ലെങ്കിൽ ഭാഗ്യം ഇല്ലായ്മ തന്നെയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതും വന്നിട്ട് നമുക്ക് 1-2 റിക്വസ്റ്റ് വരുന്നുണ്ട്. ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇത് സ്പെസിഫിക് ആയിട്ട് ഇത് ചെയ്യുന്നത്. കുറെ പേര് ഇതിന്റെ ലിങ്ക് ഉണ്ടോ, ഇങ്ങനത്തെ വല്ല ഗെയിം ഇപ്പോഴും ഉണ്ടോ ഒക്കെ ചോദിച്ച് എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ഈ കണ്ടന്റ് എടുത്ത് പറഞ്ഞത്. അല്ലാതെ ഞാൻ വന്നിട്ടോ അല്ലെങ്കിൽ എന്റെ ചാനലിലോ വന്നിട്ട് നിങ്ങൾ ആരോടും വന്നിട്ട് ഗെയിം കളിക്കാനോ നിങ്ങളുടെ പൈസ കളയാനോ നിങ്ങളുടെ വെൽത്ത് കളയാനോ ഒന്നും പറയുന്നില്ല. സ്ട്രിക്ട്ലി പേഴ്സണലാണ്. നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് കളിക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വീഡിയോ കാണാതിരിക്കുക. ഇങ്ങനത്തെ സാധനങ്ങൾ യൂഷ്വലി സെർച്ച് ചെയ്യുമ്പോൾ ആണല്ലോ ഇത് കാണുന്നത്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. ഇത് ആ ഒരു രീതിക്ക് മാത്രം എടുക്കുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സാധനം അല്ലെങ്കിൽ ആ സാധനം കളിക്കാൻ താല്പര്യമായിട്ട് മുട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും നമുക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ ആൾക്കാർക്ക് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ 1-2 കമന്റ്സും അതുപോലെ തന്നെ കുറെ പേര് ഇതിനെക്കൂടി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ ഒരു ആപ്പാണ് 81 ലോട്ടറി. 81 ലോട്ടറി എന്നാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന അപ്ലിക്കേഷന്റെ പേര്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് വന്നു വെച്ചാൽ ഈ ചുവപ്പ്, പച്ച, വയലറ്റ് കളി. ഇതില് എന്താ പറയാ കഴിഞ്ഞൊരു 4 വർഷം മുമ്പ്, ഒരു 5 വർഷത്തോളമായിട്ട് എന്താ പറയാ ഈ ഒരു കളി നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ നോക്കുന്നവർക്ക് അറിയുണ്ടാവും. പണ്ട് മറ്റേ മാൻഡ്രി മാളി മിനി അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. പച്ച പച്ച ചുവപ്പ് വയലറ്റ് ഒക്കെ കളിക്കുന്നത്. അതുപോലെ നമ്പർ നമുക്ക് അതിൽ പ്രൊഡിക്ട് ചെയ്യാം. 8ന്റെ ഡബിൾ കിട്ടും, നമ്പർ ഇട്ട് കഴിഞ്ഞാൽ 10 ഇരട്ടി കിട്ടും, വയലറ്റ് വന്നു കഴിഞ്ഞാൽ 5 ഇരട്ടി കിട്ടും. ഇതിന്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ ഇതൊക്കെ കയറിയ സമയത്ത് ഞാൻ ഇതൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ പറയുന്നല്ല. അപ്പൊ അതില് വലിയ ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു വയസ്സായ ആളുടെ ഒരു മോഡലിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പുള്ളി 4-5 സമയത്ത് പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ തരും. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ ഇടും, എന്നിട്ട് നമ്മൾ അടിക്കും. അപ്പൊ ആദ്യം 10 ഇട്ടാ പിന്നെ 3 ഇടുക, പിന്നെ 7 ഇരട്ടി ഇടുക, പിന്നെ അതിന്റെ മുകളിൽ അങ്ങനത്തെ കുറെ ഫോർമുലാസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വമ്പൻ നെറ്റ്വർക്ക് പോലത്തെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഗെയിമുകൾ ഇപ്പൊ കുറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇപ്പൊ എല്ലാവരും ട്രെൻഡിങ് ആയി നിൽക്കുന്നത് വെച്ചാൽ ക്രാഷ് ഗെയിംസ് ആണ്. അതായത് ഏവിയേറ്റർ, ജെറ്റ് സ്കേ അങ്ങനത്തെ ഒക്കെ. അതായത് ഇങ്ങനെ പറന്നു പോകുമ്പോ നമ്മൾ അതിന് മുമ്പ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട്. അതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു ഇപ്പോഴത്തെ ഈ പച്ച ചുവപ്പ് ഗെയിം ഇപ്പൊ വീണ്ടും ഇതായി വരുന്നുണ്ട്. അപ്പൊ പലരും വന്നിട്ട് അത് കളിക്കാൻ, പണ്ട് കളിച്ചവരൊരു ഓർമ്മയ്ക്ക് വീണ്ടും പുതുക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പുതുക്കാൻ നോക്കുന്നവരാണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന 81 ലോട്ടറി ഈ പറഞ്ഞ സാധനമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് പറഞ്ഞ് പൊന്തുന്നതും അതുപോലെ വന്നിട്ട് ബോംബ് പൊട്ടും, മൈൻസ് എന്നുള്ള ഗെയിമൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ വേറെ വേർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാവരും ഞാൻ 2-3 ഗെയിംസ് ഒക്കെ റിസർച്ച് ചെയ്തിട്ടാണ് ഈ 81 ലോട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തിൽ എത്തിയിട്ടുള്ളത്. ഞാൻ ഈ സാധനം കളിച്ചു നോക്കി. ഇതാണ് ആ 81 ലോട്ടറിയുടെ ഇന്റർഫേസ് ആയിട്ട് വരുന്നത്. അപ്പോ കുഴപ്പമില്ല, സാധനം വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു എന്താ പഴയ സെറ്റപ്പ് കളികളൊക്കെ തന്നെയാണ്. 8 ഡബിൾ കിട്ടും. പക്ഷെ ഇതിൽ വന്നിട്ട് ഇപ്പൊ നമുക്ക് ഈ പച്ച മഞ്ഞ കളികൾ വന്നിട്ട്
1 മിനിറ്റിന്റെ കളി കളിക്കാം. അതായത് 1 മിനിറ്റ് കൊണ്ട് തന്നെ റിസൾട്ട് വരുന്ന കളികളുണ്ട്, 3 മിനിറ്റ് കൊണ്ട് റിസൾട്ട് വരുന്ന കളിയുണ്ട്, 5 മിനിറ്റ് കൊണ്ട് വരുന്നത്. ഇതിൽ എന്താ വ്യത്യാസം എന്ന് എനിക്കറിയില്ല. പൈസ പെട്ടെന്ന് പോകും, കുറച്ച് സമയം എടുത്ത് പോകും, പിന്നെയും കുറച്ച് സമയം എടുത്ത് പോകും, അല്ലാതെ വേറെ വ്യത്യാസം ഒന്നും എനിക്ക് ഈ 3-5 ഒന്നും കിട്ടില്ല. പിന്നെ നമ്മുടെ ഈ പറന്നു പോകുന്ന ക്രാഷ് അതുപോലത്തെ ഗെയിംസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇപ്പൊ റെക്കോർഡിംഗ് കൂടി സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ആ സൺ കാണിച്ചാലല്ലോ, ജസ്റ്റ് ഒരു ഫോട്ടോ കൂടെ എടുത്ത് കാണിക്കാൻ വിശ്വസിച്ചാലും ആൾക്കാർ. അപ്പൊ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതാണ് ആ ഗെയിമിന്റെ സാധനങ്ങൾ. റെക്കോർഡൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ വിഡ്രോവലും ഡെപ്പോസിറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ 23/9 ഫസ്റ്റ് ആയിട്ട് കളിച്ച് ഞാൻ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ റീചാർജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ ബോണസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സക്സസ്ഫുള്ളി വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരാളെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് ബെറ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ സക്സീഡ് റീചാർജ് ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഒന്നുകൂടി ടെസ്റ്റ് റൺ അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ വന്നിട്ട് എനിക്ക് വെൽക്കം ബോണസ് പോലെ വീണ്ടും ബോണസും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരിക്കലും എമൗണ്ട് ഒന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല, കാരണം അത് കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് കുറെ പേര് ഇതിൽ പൈസ പോയി കണ്ട് കുറെ എന്താ പറയാ നഷ്ടം വരുത്തരുത്. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇത് പ്ലേ സ്റ്റോറിലൊന്നും ഈ സാധനം അവൈലബിൾ അല്ല. ഇനിയിപ്പോ ഇതിന്റെ ആർക്കെങ്കിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, സോഷ്യലി ആ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം അതിൽ കയറി കളിക്കാം. അപ്പോ ഈ ഗെയിം വന്നിട്ട് ഇതിപ്പോ അവൈലബിൾ ആണ് ഓൾമോസ്റ്റ്. ഇപ്പൊ ഞാൻ ഒരു മാസത്തോളമായിട്ട് കളിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇവര് വന്നിട്ട് റെഡ് എൻവലപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വന്നിട്ട് ഇതിന്റെ ചാറ്റ് ഗ്രൂപ്പ്, ഞാനിപ്പോ റെക്കോർഡിംഗ് തന്നെയാണ് ലൈവായിട്ട്. അപ്പൊ അതില് നിങ്ങൾ ഈ ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പ്രഡിക്ഷന്റെ ചാറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ 81 ലോട്ടറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ റെഡ് ആൻഡ് വർക്ക് പരിപാടി ഉണ്ട്. ഇപ്പൊ തോന്നുന്നത് അതിൽ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു 4 നേരം 5 നേരം കണ്ട് ഗിഫ്റ്റ് പോലെ കുറെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോ അത് മാത്രം വിഡ്രോ ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വിചാരിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിന്റെ ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ഓരോ ഗെയിമിലും ലാസ്റ്റ് വന്ന റിസൾട്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. ഓരോ ഇതിന്റെ ഗെയിമിന് ഉണ്ട് മുകളിൽ വീൽസ്, 5 മിനിറ്റ്സിന്റെ ഇത്, 3 മിനിറ്റ്സിന്റെ ഇത്, അങ്ങനെ ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട്. നശിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോ കുറെ മലയാളീസ് ഉണ്ട്. ഞാൻ മലയാളീസ് ഉണ്ടെന്ന് പറയാൻ കാരണം ഈ ചാറ്റിൽ വന്നിട്ട് കുറെ പേര് മലയാളം സംസാരിക്കുകയാണ്. ഹിന്ദിക്കാരും കുറെ പേരൊക്കെ ഉണ്ട്. പിന്നെ ഈ സാധനം വന്നിട്ട് ചൈനയുടെ ആപ്പാണ്. കാരണം ഞാൻ ഫസ്റ്റ് ലോഗിൻ ചെയ്യാൻ ചൈനയുടെ കുറെ സംഭവങ്ങളൊക്കെ എഴുതി കാണിച്ചു. ചൈനീസ് ആയിട്ട് എനിക്ക് തോന്നി ഇത് ലാംഗ്വേജ് കണ്ടിട്ട്. അപ്പോൾ ചൈനക്കാരുടെ തന്നെ ആയിരിക്കും, പിന്നെ അവരൊക്കെ തന്നെയായിരുന്നു ഇങ്ങനത്തെ അപ്ലിക്കേഷനും ഗാംബ്ലിങ്ങും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോ ഇത്രത്തോടുകൂടി ഞാൻ ഇതിന്റെ റെക്കോർഡിങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കുന്നവര് മഞ്ഞ ബൾബുകൾ എന്ന് പറഞ്ഞ പോലെ പച്ച ചുവപ്പ് ബൾബുകൾ കത്തിച്ച് കളിക്കുക. മാക്സിമം സ്വന്തം പൈസയും അതുപോലെ സാധനം നഷ്ടപ്പെടാതെ നോക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. ഇനി ഈ ആപ്പിനെ കുറിച്ചിട്ട് ഒരിക്കലും ഞാൻ വീഡിയോ ചെയ്യില്ല. 81 ലോട്ടറിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ്. അപ്പൊ ഇതിന് സപ്പാട്ടോ കാര്യത്തിൽ മൂവ് ആയി പോയി കഴിഞ്ഞാൽ പോയി എന്ന് തന്നെ വിചാരിക്കും. അപ്പോ ഇതിപ്പോ ട്രെൻഡിങ് ആണല്ലോ, അപ്പൊ കാണുന്നവർ കാണുക. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് നല്ല നല്ല കണ്ടന്റ്സ് ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.